നമ്മളാരും ഇതുവരെ കഴിക്കാത്ത ഒരു സ്പെഷ്യൽ രീതിയിലുള്ള ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാട്ടോ ഞാൻ വന്നിട്ടുള്ളത്. നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയൊക്കെ ഉണ്ട് ഒരു ചിക്കൻ കറിയാണ്. ചിക്കൻ കറി അല്ലെങ്കിൽ ചിക്കൻ സ്റ്റ്യൂ എന്നൊക്കെ വേണമെങ്കിൽ പറയാം കേട്ടോ. ഇതുണ്ടാക്കുന്നത് ടോട്ടലി ഡിഫറെൻ്റ് ആയ ഒരു രീതിയിലാണ്. മാത്രമല്ല നല്ല സിമ്പിളാണ് ഉണ്ടാക്കാൻ, നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാനും പറ്റും. നല്ല ടേസ്റ്റാണ്. നമുക്ക് അപ്പത്തിലേക്കോ അല്ലെങ്കിൽ ബ്രെഡിലേക്കോ ചപ്പാത്തിയിലേക്കോ ഒക്കെ നമുക്ക് കഴിക്കാനും പറ്റും. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. അതിനു മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. കൂടെയുള്ള ബെല്ലൈക്കണും ഒന്ന് പ്രസ് ചെയ്യണേ. ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ എടുക്കുന്നത് ചിക്കനല്ല, ബ്രെഡാണ് കേട്ടോ. അതെന്താ ബ്രെഡ് എടുക്കുന്നതെന്നൊക്കെ എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും. അതുകൊണ്ട് കാര്യമുണ്ട്, അതെന്താണെന്ന് ഞാൻ വഴിയെ പറയാം. അപ്പോൾ ആദ്യം നമുക്ക് ഒരു 2 പീസ് ബ്രെഡ് എടുത്തിട്ട് അത് ഇതേപോലെ ഒന്ന് ചെറിയ പീസാക്കിയിട്ട് ഒരു പാത്രത്തേക്ക് ഇടാം. എന്നിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിനെ ഒന്ന് സോക്ക് ചെയ്ത് വെക്കാം. ബ്രെഡിന് ഒരു 10 മിനിറ്റൊക്കെ 10 മിനിറ്റ് വേണമെന്നില്ല, കുറച്ച് സമയം ഒന്ന് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കണം. അപ്പോൾ കറി ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് മുമ്പേ ആദ്യം ഈ ബ്രെഡിനെ അങ്ങ് സോക്ക് ചെയ്ത് വെച്ചാൽ മതിയാവും, അതായിരിക്കും നല്ലത്. അപ്പോൾ വെള്ളം ഒഴിച്ചിട്ട് ഈ ബ്രെഡിനെ ഇതിൽ സോക്ക് ചെയ്ത് വെക്കാം കേട്ടോ. ഇതുകൊണ്ട് എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ അത് നമ്മൾ ബ്രെഡിനെ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിക്കും കേട്ടോ. എന്നിട്ട് നമുക്ക് അതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം. ഞാനിത് ബട്ടറിലാണ് ഉണ്ടാക്കുന്നത്. ബട്ടർ ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലിൽ തന്നെ ഉണ്ടാക്കിയാലും മതി കേട്ടോ. ബട്ടർ ആണെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഈ ബട്ടർ കരിഞ്ഞു പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ ആദ്യം കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഇനി നമുക്കിതിലേക്ക് വെളുത്തുള്ളി ഇടണം. അപ്പോൾ വെളുത്തുള്ളി ക്രഷ് ചെയ്യരുത്, ഇതേപോലെ അരിഞ്ഞിട്ട് തന്നെ ഇട്ടാൽ മതി. അപ്പോൾ ഞാനൊരു 5 അല്ലി വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. 5 അല്ലി വെളുത്തുള്ളി അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ 1/2 കിലോ ചിക്കൻ വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്, അതിലേക്കുള്ള അളവാണ് പറയുന്നത്. ഇനി നമുക്ക് വെളുത്തുള്ളീനെ ചെറുതായിട്ടൊന്ന് ഇതിലിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ ഒരുപാട് ബ്രൗൺ കളർ ആവരുത്, ഇതാ വൈറ്റ് കളറിൽ തന്നെ നമുക്ക് ഈ വെളുത്തുള്ളീനെ ആവശ്യമുണ്ട്. അപ്പോൾ ഇനി വല്ലാതെ ലേറ്റ് ആക്കണ്ട, നമുക്കിപ്പോൾ തന്നെ കുറച്ച് പച്ചമുളക്, ഞാനൊരു 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്, അതും ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഇതൊന്നും നമ്മൾ ക്രഷ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ, എല്ലാം നമ്മൾ കട്ട് ചെയ്തിട്ടാണ് ഇടുന്നത്. പച്ചമുളക് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മളിതിൽ കുരുമുളക് പൊടി ഇടുന്നുണ്ട്, അതുകൊണ്ട് എരിവ് നമ്മുടെ ഇതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. കുറച്ച് എരിവുണ്ടാവുന്നതാണ് ടേസ്റ്റ്. അപ്പോൾ പച്ചമുളക് ഇട്ടിട്ടുണ്ട്, അതും ഒന്ന് ഇതിലിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഒന്ന് ഓവറായിട്ട് അങ്ങോട്ട് ബ്രൗൺ കളർ ആവണ്ട കേട്ടോ. ഇനി ഞാൻ ഒരു സവാളയുടെ പകുതി എടുത്തിട്ടുണ്ട്, ഒരു മീഡിയം സവാളയുടെ പകുതി ഇതേപോലെ കട്ട് ചെയ്തിട്ട്, വളരെ ചെറുതായിട്ട് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ, തിന്നായിട്ട് കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് നമ്മൾ സാധാരണ കട്ട് ചെയ്യുന്ന പോലെ ഒന്ന് വേഗം കട്ട് ചെയ്യില്ല, അതേപോലെ ഒന്ന് കട്ട് ചെയ്താൽ മതി. അങ്ങനെ വല്ലാണ്ട് തിന്നായി വരുന്നൊന്നുമില്ല, കാരണം നമ്മൾ സവാളേനെ ഇതിൽ ഒരുപാട് വഴറ്റേണ്ട ആവശ്യമില്ല, അങ്ങനെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അതോ ഞാൻ പറഞ്ഞത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നത്, കാരണം ഒന്നും ക്രഷ് ചെയ്യേണ്ട, ഒന്നും അങ്ങനെ ചെറുതായി അരിയൊന്നും വേണ്ട. ഇനി നമ്മളിതിലേക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ക്യാരറ്റ് ഇതേപോലെ ഞാൻ ഒരു പകുതി ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. ഞാനിതിലേക്കെല്ലാം പകുതിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്, വെജിറ്റബിൾസ് എല്ലാം ഒന്നിൻ്റെ പകുതി എടുത്തിട്ടുള്ളൂ. പിന്നെ ഒരു പൊട്ടാറ്റോയുടെ, ഒരു മീഡിയം സൈസ് പൊട്ടാറ്റോയുടെ പകുതിയും ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്, അതും ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ എടുത്തിട്ടുള്ളത് മല്ലിച്ചപ്പാണ്, മല്ലിയില കുറച്ച് ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് എന്ത് പച്ചക്കറി വേണമെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള കറിയാണ് ഞാൻ പറയാൻ കാരണം. ഏത് പച്ചക്കറി, എത്ര പച്ചക്കറി വേണമെങ്കിലും നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം, അതേപോലെ മഷ്റൂം ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഒരുവിധം വരുന്ന എല്ലാ പച്ചക്കറിയും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചിക്കൻ ഒരു നോൺ വെജ് കറിയാണെങ്കിൽ പോലും അതിൽ മാക്സിമം വെജിറ്റബിൾസ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ കുട്ടികൾക്കാണെങ്കിലും ഒക്കെ ആ വെജിറ്റബിൾസ് അങ്ങനെ കഴിച്ചോളൂ അവർ. അപ്പോൾ നമ്മൾ ഇതിനെല്ലാം കൂടെ ഇതിലിട്ട് ഒന്ന് ജസ്റ്റ് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു തക്കാളി വെള്ളമൊന്നും ചേർക്കാതെ ഒരു മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുത്താണത്. വെള്ളമൊന്നും ചേർക്കേണ്ട, ഒരു തക്കാളീനെ ജസ്റ്റ് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുത്താൽ മതി. എൻ്റെ ഇതിപ്പോൾ ശരിക്കും അടിഞ്ഞിട്ടില്ല തോന്നുന്നു, 1-2 പീസ് അതിലേക്ക് എടുക്കുന്നുണ്ട്. നല്ലോണം അടിഞ്ഞോട്ടോ കേട്ടോ. തക്കാളി ഒരു ജ്യൂസ് പോലെ ആയിട്ട് വേണം ഇതിലേക്ക് ഒഴിക്കാൻ. അപ്പോൾ തക്കാളിയും കൂടെ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക, ബട്ടറിൽ കിടന്നിട്ട് ഒന്ന് മിക്സ് ആയിക്കോട്ടെ. നമ്മളിതുവരെ ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല, ഇനി നമുക്കിതിലേക്കുണ്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ വെജിറ്റബിൾസിലേക്കും ചിക്കനിലേക്കും ആവശ്യമുണ്ട് ഉപ്പ് ഞാൻ ഇപ്പോൾ തന്നെ ഇടാം കേട്ടോ. അതിനുശേഷം കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം, കൂടുതലൊന്നുമില്ല. ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, ആ ഒരു യെല്ലോ കളർ വരാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് കുരുമുളക് പൊടിയാണ്.
കുരുമുളക് പൊടി ഞാനൊരു കറക്റ്റ് അളവ് പറയുന്നില്ല കേട്ടോ, നമ്മുടെ ഓരോരുത്തരുടെയും എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ കുരുമുളക് പൊടി ഇതിൻ്റെ ഏത് സ്റ്റേജിൽ വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ കുറച്ച് ചേർത്തിട്ട് പിന്നെ ടേസ്റ്റ് നോക്കിയിട്ട് പിന്നെ ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇത്ര പൊടികളെ നമുക്കിതിലേക്ക് ആവശ്യമുള്ളൂ കേട്ടോ. വേറെ മുളക് പൊടിയോ മല്ലിപ്പൊടിയോ ചിക്കൻ മസാലയോ ഒന്നും നമ്മളിതിൽ ചേർക്കുന്നില്ല. ഈ 2 പൊടികൾ മാത്രമേ ഇതിൽ ചേർക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ വലിയ കുത്തുന്ന മസാല ഇഷ്ടമില്ലാത്തവർക്കും നല്ല ഇഷ്ടമാവുന്ന ഒരു രീതിയിലുള്ള ഒരു കറിയായിരിക്കും ഇത്. ഇനി ഇതിനെല്ലാം കൂടി നമ്മൾ ഇതിലിട്ടിട്ട് കുറച്ച് നേരം ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ഒരുപാട് വെജിറ്റബിൾസ് കുക്കാവാൻ വേണ്ടി നിൽക്കണ്ട, എന്നാലും ഒരു മീഡിയം ലെവലിൽ കുക്കാവുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക ഇതിലിട്ടിട്ട്. ഇനി ഇപ്പോൾ ഏകദേശം ഒന്ന് വഴറ്റിയിട്ടുണ്ട്, വെജിറ്റബിൾസൊക്കെ ഒരു ഹാഫ് വേവ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള ചിക്കന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1/2 കിലോ ചിക്കനാണ് എടുക്കുന്നത്. അതിന് കഴുകി വൃത്തിയാക്കി വെച്ചിരുന്നു, അത് ഇട്ട് കൊടുക്കാം. ചിക്കൻ പീസസ് നമുക്ക് എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യാം, ചെറുതായിട്ടോ വലുതായിട്ടോ ഒക്കെ കട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള പീസസ് ആക്കിയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇനി ഈ ചിക്കൻ പീസസ് കൂടെ ഇതിലിട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ വെജിറ്റബിൾസിൽ കിടന്നിട്ട് ചിക്കൻ പീസ് നല്ലോണം ഒന്ന് മിക്സായി വരണം. അതിനുശേഷം നമുക്കിതിലേക്ക് ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ചിക്കൻ വേവാൻ ആവശ്യമായ വെള്ളം എന്നൊന്നും ഞാൻ പറയില്ല, അത്യാവശ്യം വെള്ളം ഒഴിക്കുക. ഇതെല്ലാം കൂടെ അതിൽ കിടന്ന് നല്ലോണം ഒന്ന് വേവട്ടെ. ഏകദേശം ഇതിൻ്റെ ഒപ്പം നിൽക്കുന്ന രീതിയിൽ തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. കാരണം ഇത് നല്ല തിക്കായ ഗ്രേവി ആയിട്ട് വരും. അതുകൊണ്ട് വെള്ളം കൂടി പോകുന്നുണ്ട് ടെൻഷൻ്റെ ആവശ്യമേ നമുക്കില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ഒപ്പം നിൽക്കുന്ന രീതിയിൽ തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് സാധാരണ ചിക്കൻ വേവിക്കുന്ന പോലെ ഇത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. നമ്മൾ ഇടയ്ക്കൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് ചിക്കൻ വെന്തോ എന്ന് നോക്കുക. അപ്പോൾ നമ്മളിപ്പോൾ അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യാം. ഏകദേശം ഒരു 15-20 മിനിറ്റ് വേണ്ടി വരും കേട്ടോ കുക്കാവാൻ. അപ്പോൾ ഈ സമയം നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡ് എടുക്കുക. എന്നിട്ട് അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കണം. ആ ബ്രെഡ് ആ വെള്ളത്തോട് കൂടി തന്നെ മിക്സിയുടെ ജാറിലേക്ക് ഒഴിക്കാം. എന്നിട്ട് ഇതേപോലെ ഒന്ന് അടിച്ചെടുക്കുക. ഇത് കുറച്ച് ലൂസായിട്ടായിരിക്കും, പക്ഷേ പേടിക്കണ്ട, ഇത് തിക്കാക്കാനുള്ള ഒരു ഇൻഗ്രീഡിയൻ്റാണ് ഇത്. ഇപ്പം നമ്മുടെ ചിക്കന് നല്ലോണം തിളക്കുന്നുണ്ട്. ഇത് വേവായിട്ടുണ്ടോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. വേവാവാറായിട്ടില്ല, കുറച്ച് സമയം കൂടെ വേണ്ടി വരും. എന്തായാലും നമുക്ക് ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. വേവായിട്ടില്ല, കുറച്ച് സമയം കൂടെ വേണം. അപ്പോൾ നമുക്കിത് ഒന്നുകൂടെ അടച്ച് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം. ഇപ്പോൾ കുറച്ച് സമയം കൂടെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചിക്കനൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്, വേവായിട്ടുണ്ട്. ഞാനൊരു പീസ് എടുത്തിട്ട് ചെക്ക് ചെയ്തപ്പോൾ ചിക്കൻ നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ അടിച്ച് വെച്ചിട്ടുള്ള ബ്രെഡിൻ്റെ മിക്സില്ലേ, ബ്രെഡ് സോക്ക് ചെയ്ത് നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് അടിച്ചില്ലേ, അത് നമ്മൾ നേരെ ഇതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഈ കറിയിലേക്ക് ഒഴിച്ചിട്ട് അത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഈ കറി നല്ല തിക്കായിട്ട് വരും, നല്ല തിക്കായിട്ടുള്ള ഗ്രേവി ആയിട്ട് വരും. അതാണ് ഞാൻ പറഞ്ഞത്, കറിയിൽ വെള്ളം കൂടി പോകുന്നുണ്ട് ടെൻഷൻ്റെ ആവശ്യമേ ഇല്ല എന്ന് പറഞ്ഞത്. ഇത് നല്ലോണം മിക്സ് ചെയ്യുക. എന്നിട്ട് ഇനി ഇതിൽ കിടന്നിട്ട് ഒന്ന് തിളച്ച് വരണം. അത് തിളച്ച് വരുമ്പോഴേ നമ്മുടെ കറി റെഡി ആവുള്ളൂ. അപ്പോൾ നല്ലോണം ഒന്ന് തിളക്കണം ഇതിൽ കിടന്നിട്ട്. ഇത് ഒഴിച്ച് ഒന്ന് ഇളക്കുമ്പോൾ തന്നെ നമുക്കറിയാം നല്ലോണം തിക്കായിട്ട് വരുന്നുണ്ടാകും. അപ്പോൾ ഈ സമയത്ത് ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്തപ്പോൾ കുറച്ച് എരിവ് കുറവുള്ള പോലെ എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ അതിന് പറഞ്ഞ 2 ബ്രെഡ് തന്നെ മതിയെന്ന്. ഇനി അഥവാ നമുക്കിത് കൂടുതൽ തിക്കായി തോന്നുകയാണെങ്കിൽ ഈ സമയത്ത് നമുക്ക് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. ചൂടുവെള്ളം ചേർത്തിട്ട് അതിൻ്റെ ആ ഒരു ഗ്രേവിയുടെ അളവ് നമുക്ക് പാകാക്കിയിട്ട് എടുക്കാം. ഒരുപാട് തിക്കായിട്ടുള്ള ഗ്രേവി ഇഷ്ടമില്ലാത്തവർക്കാണെങ്കിൽ കുറച്ചധികം വെള്ളം ചേർത്ത് കൊടുക്കാം. നല്ല തിക്കായിട്ടുള്ള ഗ്രേവി വേണമെന്നുണ്ടവർക്ക് അത്രയ്ക്ക് വെള്ളം ചേർക്കേണ്ട. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇത് തണുത്ത് കഴിയുമ്പോൾ ഒന്നുകൂടെ തിക്കായിട്ട് വരും കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ ഈ തിളപ്പിക്കുമ്പോൾ വെള്ളം ചേർക്കേണ്ടത്. അപ്പോൾ തിളപ്പിക്കുമ്പോൾ ഒരുപാട് തിക്കാക്കണ്ട, കാരണം അത് തണുത്ത് കഴിയുമ്പോൾ ഒന്നുകൂടെ തിക്കാവും. ഇനിയിപ്പോൾ തണുത്ത് കഴിയുമ്പോൾ ഒരുപാട് തിക്കായി തോന്നുകയാണെങ്കിലും ആ സമയത്ത് വേണമെങ്കിലും നമുക്ക് കുറച്ച് ചൂടുവെള്ളം ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഗ്രേവി പാകമായിട്ട് വരും. അപ്പോഴായാലും വെള്ളം ചേർത്താൽ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് നല്ല പാകമായിട്ടുണ്ട്. ഇതിപ്പോൾ തിളച്ച് വന്നിട്ടുമുണ്ട്. അപ്പോൾ നമ്മുടെ നല്ല അടിപൊളിയായിട്ടുള്ള ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് സെർവ് ചെയ്യാം. അപ്പോൾ ഇതാ ഞാൻ പറഞ്ഞത്, ഉണ്ടാക്കാനും നല്ല സിമ്പിളാണ്. കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള അത്ര വെജിറ്റബിൾസും ഇതിൽ ചേർത്ത് കൊടുക്കാം. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ചിക്കൻ കറിയാണിത്. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ചിക്കൻ കറിയുടെ രീതിയിലേ അല്ല ഇത് റെഡിയാക്കുന്നത്. അപ്പോൾ അതേപോലെ ഈ ബ്രെഡ് തിക്കാവാൻ വേണ്ടി ബ്രെഡ് ചേർക്കുന്നതും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു രീതിയാണ്. പിന്നെ നമ്മൾ ബ്രെഡ് ഒരുപാട് ചേർക്കണ്ട, ഒരുപാട് ചേർത്താൽ ആ ബ്രെഡിൻ്റെ ഒരു ടേസ്റ്റ് ഇങ്ങനെ എടുത്ത് നിൽക്കും. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് ബ്രെഡ് ചേർക്കേണ്ടതെന്ന് പറഞ്ഞത് കേട്ടോ.
അപ്പോൾ എല്ലാവരും എന്തായാലും ഒന്ന് റെഡിയാക്കി നോക്കുക. എല്ലാം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംസാണ്. അപ്പോൾ എല്ലാവരും എന്തായാലും തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു നല്ല വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.